നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൃശൂരിലുണ്ടായ CPM BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൗനിയായി മടങ്ങി. UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-നു വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും ആരോപണം. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചാവക്കാട് ടൗണിൽ ടോറസ് ലോറി ഇടിച്ച് സൈക്കിൾ യാത്രികന് പരിക്ക്. തെക്കഞ്ചേരി താഴെക്കമ്പൻ കണ്ടിൽ അസീസിനാണ് സാരമായി പരിക്കേറ്റത്. വിശദമായ വാർത്തയിലേക്ക്. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂരിലുണ്ടായ CPM BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൗനിയായി മടങ്ങി. അതേസമയം UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ രാവിലെ 9:30 തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ സ്റ്റേഷനിൽ വൻ വരവേൽപ്പ് നൽകി. മന്ത്രിയുടെ വരവറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒന്നും പ്രതികരിക്കാതെ മന്ത്രി കാറിൽ കയറി അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെയും സഹപ്രവർത്തകരെയും കാണാൻ പോയി. ആശുപത്രി സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ വീണ്ടും പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കരിയോയിൽ പ്രയോഗം നടത്തിയ ചേറൂരിലെ MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പോയി. അദ്ദേഹം കുറച്ചുനേരം അവിടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പുറത്തിറങ്ങാൻ നേരം വീണ്ടും വോട്ടർ പട്ടിക വിവാദവും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ കാറിൽ കയറാൻ നേരം നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന ഒരു വാക്കുമാത്രം പറഞ്ഞ് അദ്ദേഹം കോതമംഗലത്തേക്ക് പോയി. പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വോട്ടർ പട്ടിക ക്രമക്കേട് തെളിയിക്കാൻ UDF-നെയും LDF-നെയും വെല്ലുവിളിച്ചു. കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത് BJP 60,000 വോട്ട് അനധികൃതമായി ചേർത്തു എന്നാണ്. ഒരു MLA പോലുമില്ലാത്ത ഒരു പാർട്ടി 60,000 വോട്ടർമാരെ അനധികൃതമായി ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന LDF-ഉം ഏറ്റവും അധികം ജനപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന UDF-ഉം എവിടെയായിരുന്നുവെന്നും നിങ്ങൾ പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അമിത്ഷാജി ഇവിടെ തേക്കൻകാട് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോലൊഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോലൊഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. വലിയ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം എന്തെങ്കിലും ഉണ്ടായി, ഒരു ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് പുറകിൽ നടിക്കുകയാണ്. നിങ്ങൾക്ക് അതൊരു വാർത്തയല്ല. നിങ്ങൾ ഈ UDF-ന്റെയും LDF-ന്റെയും പ്രചാരണങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത്? ഏത് കേസിനാണ് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചത് പാർട്ടിയാണ്. സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇലക്ഷൻ നടത്തിയതെല്ലാം സർക്കാരിന്റെ ആളുകളാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാതെ ഏതോ ഒരു സ്ത്രീ പറഞ്ഞുവെന്ന് പറഞ്ഞ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മതിയെന്നും മാധ്യമങ്ങളോട് സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ തൃശൂരിൽ തോൽപ്പിച്ചതിന് CPM-ഉം LDF-ഉം BJP-യുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ജില്ലാ പ്രഭാരിയും
സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 3.25 ലക്ഷം വോട്ടിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് സമരം നടത്തി. ബോർഡിൽ കരിയോയിലൊഴിച്ച് ചെരിപ്പുമാലയിട്ട നടപടി ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്നതാണ്. ഇത് തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ജില്ലാ പ്രസിഡന്റുമാരായ AR ശ്രീകുമാർ, അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, അജി ഘോഷ്, കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, വിപിൻ കൂടിയേടത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തുപറമ്പിൽ, അഞ്ജു തോയക്കാവ്, സൗമ്യ സലേഷ്, ജില്ലാ സെക്രട്ടറിമാരായ വിൻഷി അരുൺ, റോഷൻ NR, റിക്സൺ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൃശൂർ MPയും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയുണ്ടായ CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരാജയം 1 വർഷം കഴിഞ്ഞിട്ടും CPMന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉല്ലാസ് ബാബു പറഞ്ഞു. ചോരക്കളി തുടങ്ങിയതാണ്. ആ ചോരക്കളി ഈ തൃശ്ശൂരും വീണ്ടും ആരംഭിക്കാനാണ് CPM തയ്യാറെങ്കിൽ യാതൊരു സംശയവുമില്ല. അതിനെ അതിൻ്റെതായ രീതിയിൽ പ്രതിരോധിക്കാൻ BJP തയ്യാറാവും. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചോ? കേരളത്തിന്റെ രാഷ്ട്രീയ കണക്കുകളിൽ നിങ്ങൾ നടത്തിയ കൊലപാതക രാഷ്ട്രീയ കണക്കുകളിൽ കൂട്ടിയും കിഴിച്ചാൽ പ്രതിരോധത്തിന്റെ സംവിധാനം തീർത്ത സംഘപരിവാര പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ചരിത്രം അക്രമ രാഷ്ട്രീയമായിട്ടാണ് CPMന്റെ നീക്കമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സൗമ്യ സലീഷ്, വിൻഷി അരുൺകുമാർ, വിനോദ് പൊള്ളാഞ്ചേരി, മുരളി കൊളങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPMന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് CPMന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPMും പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. 16 ആളുകളോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊട്ടപ്പുറത്തുള്ള മുക്രിയത്ത് ഓഡിറ്റോറിയത്തിലെ CPMന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ മീറ്റിങ്ങിന് വേണ്ടി, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരും അതുപോലെ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ 18 വാർഡിലെയും തൊഴിലാളികളെ ആ പാർട്ടി പരിപാടികൾക്ക് നേരിട്ട് മേറ്റുമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. പരാതി കൊടുത്തു, ഞങ്ങൾ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, ഭരണസമിതിക്ക് പരാതി കൊടുത്തപ്പോൾ അവരതിൻ്റെ ന്യായീകരണമായിട്ടാണ് വന്നത്. നടപടികൾ ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 216 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 1000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ 216 ആൾക്ക് മാത്രമേ 100 പണി കൊടുത്തിട്ടുള്ളൂ. ആ 100 പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് സംവിധാനത്തിന്, ഈ സർക്കാർ സംവിധാനവും ഈ തൊഴിലുറപ്പ് ഓഫീസും പറയുന്നത് 200 പണിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇന്നവിടെ പറഞ്ഞത്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുള്ളതാണ്. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. തൊഴിലുറപ്പുകാർക്ക് പണി കൊടുക്കാത്ത പ്രശ്നങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്ത പരാതികൾ ഉൾപ്പെടെ തെളിവുണ്ടായിട്ട് പോലും അതിനൊന്നും നടപടിയെടുക്കാതെ ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPMകാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്. ചാവക്കാട് ടൗണിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം. സൈക്കിൾ യാത്രികന് പരിക്ക്. തെക്കഞ്ചേരി താഴെക്കൊമ്പൻ കണ്ടിൽ
62 വയസ്സുള്ള അസീസിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:20 സംഭവം. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്നും വരികയായിരുന്ന സൈക്കിളിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ അസീസിന് സാരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചാവക്കാട് ടൗണിൽ അപകടം പതിവായിരിക്കുകയാണ്. ട്രാഫിക്കിലെ അപാകതയാണ് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃശൂർ കോൾ മേഖലയിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിതല ചർച്ച നടന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ റവന്യൂ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടന്നത്. മന്ത്രിമാരായ കെ രാജൻ, കെ എൻ ബാലഗോപാൽ, GR അനിൽ, പി പ്രസാദ്, ഡോക്ടർ ആർ ബിന്ദു, കൃഷി ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ, കൃഷി, ഇറിഗേഷൻ, KSEB, KLDC എന്നീ വകുപ്പുകളുടെ മേധാവികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കോൾ കർഷക സംഘം പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, മറ്റു ഭാരവാഹികളായ KK രാജേന്ദ്രബാബു, PR വർഗീസ് മാസ്റ്റർ, ഗോപിനാഥൻ കൊളങ്ങാട്ട്, NS അയ്യൂബ്, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നെല്ലിന്റെ സംഭരണവില വർദ്ധിപ്പിക്കുക, സംഭരിച്ച നെല്ലിന്റെ വില ഉടനെ നെൽ കർഷകർക്ക് വിതരണം ചെയ്യുക, വിള ഇൻഷുറൻസ്, കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് ഉടനെ വിതരണം ചെയ്യുക, കനാലുകളിലെ നീരൊഴുക്കിന് തടസ്സമാകുന്ന ചണ്ടി, കുളവാഴ, കരിവാലി എന്നിവ നീക്കം ചെയ്യുക, പമ്പിംഗ് സബ്സിഡി വിതരണം ചെയ്യുക, കുമ്മായം കൃഷി ഇറക്കുന്നതിന് മുമ്പ് വിതരണം ചെയ്യുക, റെഗുലേറ്ററുകളുടെ പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളാണ് ചർച്ചയിൽ ഉന്നയിച്ചത്. കർഷകരുടെ ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവ അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുന്നതിന് പരിശ്രമിച്ചവരെ ഗുരുവായൂർ നഗരസഭ ആദരിച്ചു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സ്നേഹാദര സംഗമം ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ പ്രേരക്മാർ, ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് അനുമോദന പത്രം നൽകി. MBBSന് അഡ്മിഷൻ ലഭിച്ച ശുചീകരണ വിഭാഗം തൊഴിലാളി സുനിതയുടെ മകൾ അപർണയെ മൊമെന്റോ നൽകി ആദരിച്ചു. ജോലിക്കിടയിൽ റോഡിൽ നിന്നു ലഭിച്ച പണമടങ്ങിയ ബാഗ് അധികൃതരെ ഏൽപ്പിച്ച നഗരസഭ സാനിറ്റേഷൻ വർക്കർ സിന്ധു ജയനെ പൊന്നാട അണിയിച്ചു. വൈസ് ചെയർമാൻ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം കാര്യസമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, AS മനോജ്, ശൈലജ സുധൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ദേശീയതലത്തിൽ 82ാം റാങ്കാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15ാം വാർഡിൽ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയ അവസ്ഥയാണ്. പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരനോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. പഞ്ചായത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും ഞങ്ങളെ സമീപിക്കുകയോ ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. മിനിഞ്ഞാന്ന് കോൺട്രാക്ടർ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 200-250 മീറ്റർ റോഡ് സൈഡ് പൊളിച്ചുപോയി. അതിൽ എല്ലാ പൈപ്പും ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും ഈവൻ മെയിൻ പൈപ്പ് അടക്കം ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പ് അടക്കം പൊട്ടിച്ചുപോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സമയം പോലും തന്നില്ല. അയാൾ പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മെറ്റലിട്ട് ഇവിടെ പണി മൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി അവർ മെറ്റലിട്ട് കൊണ്ട് കഴിഞ്ഞു. ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ്, എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. ഈ കുടിവെള്ള പദ്ധതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെന്ന് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞങ്ങൾ 10,000 രൂപ 10-20,000 രൂപ ഞങ്ങൾ പിരിച്ചെടുത്ത് ചിലവാക്കി കഴിഞ്ഞു. ഇനിയും 1.25 ലക്ഷം എവിടുന്ന് കണ്ടെത്തുന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ആർക്കും അതിന് പ്രാപ്തിയില്ല, ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത് കണ്ണടച്ച നയമാണ്. അവരും പറയണം ഞങ്ങൾ ഉത്തരവാദിയില്ല, PW പറഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിയില്ല, പഞ്ചായത്ത് പറഞ്ഞു. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പ്രസിഡന്റ് VD തോമസ്, സെക്രട്ടറി KS സുരേഷ്, മെമ്പർ BJ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി.
പദ്ധതിയാണ് അത്. അപ്പോൾ ഇത് ചേങ്ങോട് അല്ലെങ്കിൽ നമ്മുടെ ഈ 15-ാം വാർഡ് നിവാസികൾ എല്ലാവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറില്ലാത്തവരടക്കമുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളും എല്ലാവരോടും നമ്മൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര പ്രതിഷേധമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മമ്മിയൂർ LF സ്കൂളിന് മുന്നിലുള്ള കലുങ്ക് പൊളിച്ച് പുനർനിർമ്മിക്കാൻ തുടങ്ങി. കലുങ്ക് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ മുതുവട്ടൂർ വഴിയും മമ്മിയൂർ വഴിയും തിരിഞ്ഞു പോകണമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടു. തകർന്ന നിലയിലായിരുന്ന കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ശക്തമായിരുന്നു. 20 ദിവസത്തിനകം കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ചാവക്കാട് സബ് സെക്ഷൻ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതായി പൊതുപ്രവർത്തകനായ ചാവക്കാട് സ്വദേശി താജുദ്ദീൻ പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ അരുവായി പന്തായി പൊതുകുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. MD കോളേജിനോട് ചേർന്നാണ് പന്തായിക്കുളം സ്ഥിതി ചെയ്യുന്നത്. റോഡരികിൽ സംരക്ഷണ ഭിത്തി പോലും ഇല്ലാതെയുള്ള ഈ കുളം അപകട ഭീഷണിയാകുന്നുണ്ട്. പാഴ്പുല്ലുകളും കുളവാഴകളും നിറഞ്ഞ് വെള്ളം പോലും കാണാത്ത സ്ഥിതിയാണ്. മുൻപ് നാട്ടുകാർ കുളിക്കാനും വസ്ത്രം കഴുകാനും ഈ കുളം ഉപയോഗിച്ചിരുന്നു. എന്നാൽ കുളത്തിൽ കുളവാഴകൾ നിറഞ്ഞതോടെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കുളം വൃത്തിയാക്കുകയും റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ഭാഗത്തെ റോഡ് പകുതി ഭാഗം മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത സൗകര്യമൊരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ ബാലാമണിയമ്മ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാള കവിതയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുന്നത്. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ KB മോഹൻകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സാഹിത്യ സമിതി പ്രസിഡന്റ് ഉമ്മർ അറക്കൽ, ജനറൽ കൺവീനർ KB സുകുമാരൻ, സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി, ട്രഷറർ ഷാജൻ വാഴപ്പിള്ളി, ജോയിന്റ് കൺവീനർ K സക്കറിയ എന്നിവർ പങ്കെടുത്തു. ഭരണമുണ്ടെന്ന ഗർവിൽ BJP പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് CPIM-ന് താങ്ങാനാകില്ലെന്ന് മുന്നറിയിപ്പുമായി BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് നേരെ CPIM അക്രമം നടത്തിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു പ്രകടനം. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പ്രകടനത്തിന് നേതൃത്വം നൽകി. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. സ്വപ്ന രാമചന്ദ്രൻ, സത്താർ ആദൂർ, മഹേഷ് തിപ്പിലശ്ശേരി, സുനീഷ് PS, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, നിഷാദ് എരുമപ്പെട്ടി, ഷറഫുദ്ദീൻ, യേശുദാസ് PP തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കുന്നംകുളം ഉപജില്ലയുടെ പ്രവർത്തന ഉദ്ഘാടനവും സെമിനാറും ബദനി സെന്റ് ജോൺ സ്കൂളിൽ വെച്ച് നടന്നു. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു C ബേബി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം AEO A മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഗിന്നസ് സത്താർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രശസ്ത മോട്ടിവേറ്ററും സാഹിത്യ ചിന്തകനും അധ്യാപകനുമായ G ബിനോജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടന്നു. കുന്നംകുളം HM ഫോറം കൺവീനർ PC റെജിമോൻ, BRC ചൊവ്വനൂർ BPC അനീഷ് ലോറൻസ്, ബദനി സെന്റ് ജോൺ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ KH റെജീന, ജില്ലാ പ്രതിനിധി VJ പ്രിയ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സംഘപരിവാറിന്റെ രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും CPI സംസ്ഥാന കൗൺസിൽ അംഗം KK വത്സരാജ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത MP-മാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ചും AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാണ് BJP ജയിച്ചതെന്ന ആരോപണം ആധികാരികമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് മോഡി ഭരണകൂടം. വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് വലിയ തോതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. BJPക്കെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നിച്ചണിചേർന്ന് ഐക്യം രൂപപ്പെടുത്തിയപ്പോൾ തിരിച്ചടി ഭയന്ന്
ജനാധിപത്യ സംവിധാനത്തെ പോലും കശാപ്പ് ചെയ്താണ് മോഡി ഭരണത്തിലേറിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. കൊള്ളക്കാരുടെ സംഘം എന്നറിയപ്പെടുന്ന കുറുവ സംഘത്തിന് പോലും നാണക്കേടാകുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാജ മേൽവിലാസങ്ങളുണ്ടാക്കി വൻ ക്രമക്കേട് നടത്തിയതായും പുറത്തുവന്നു. സ്ഥലം MP ഇപ്പോഴും മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തൃശൂരിൽ ചേർത്തിട്ടുള്ള കൃത്രിമ വോട്ടുകളെക്കുറിച്ച് പരാതി ഉന്നയിച്ചിട്ടും ഇന്നേവരെ ഒരു അനക്കവുമുണ്ടാകാത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ ഇനിയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരണമെന്നും വത്സരാജ് ആവശ്യപ്പെട്ടു. പ്രതിഷേധയോഗത്തിന് AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, EM സതീശൻ, T പ്രദീപ് കുമാർ, VK വിനീഷ്, മിഥുൻ പോട്ടോക്കാരൻ, GM അഖിൽ എന്നിവർ സംസാരിച്ചു. വേലൂർ ഗവൺമെന്റ് രാജസാർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനയാത്ര സംഘടിപ്പിച്ചു. ചിറ്റിശ്ശേരിയിലെ ടൈൽസ് ഫാക്ടറി, കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ്, ചിമ്മിനി ഡാം എന്നിവയാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. ടൈൽസ് ഫാക്ടറിയുടെയും കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾ കുട്ടികൾ കൗതുകത്തോടെ മനസ്സിലാക്കി. അധ്യാപകരായ ലിജി, സുവർണ, ഗ്രീഷ്മ, ബേബി സുമ, സിന്ധു, രാഹുൽ, SMC അംഗം ബെന്നി എന്നിവരാണ് പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാർക്ക് അഗ്നിരക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് അർദ്ധദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് പങ്കെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സിൽ വിശദീകരിച്ചു. അഗ്നിരക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഡെമോൺസ്ട്രേഷനും ഉപയോഗം പരിചയപ്പെടുത്തുകയും ചെയ്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ C ശിവഗിരി ഷജീർ തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV ശോഭ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ടു കൂട്ടായ്മയുടെ ചിങ്ങ മഹോത്സവത്തിന് കൊടിയേറി. മഞ്ജുളാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റി വിവിധ സമുദായ സാരഥികൾ ചേർന്ന് സമുദായ ജ്യോതി തെളിയിക്കൽ നടത്തി. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ഡോക്ടർ സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, രാധ ശിവരാമൻ, സരള മുള്ളത്ത്, ഗുരുവായൂർ ജയപ്രകാശ്, മുരളി അകമ്പടി, V ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആഗസ്റ്റ് 17 ചിങ്ങം 1-നാണ് ചിങ്ങ മഹോത്സവം. അന്ന് വൈകിട്ട് 3-ന് ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണിത്വത്തിൽ 251 വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽ തറ മേളം അരങ്ങേറും. ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം പനമണ്ണ മനോഹരന് സമ്മാനിക്കും. രാധാകൃഷ്ണ വേഷധാരികളോടെ ഘോഷയാത്ര, ഐശ്വര്യ വിളക്ക് സമർപ്പണം എന്നിവ നടക്കും. ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൗലോസ് ദിദിയൻ ബാവ അനുസ്മരണ സമ്മേളനം ആഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഭദ്രാസന മെത്രോപ്പൊലിത്ത ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ സന്ദേശം നൽകും. പൗലോസ് ദിദിയൻ ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന 4ാമത് സാന്ത്വന സ്പർശം അവാർഡ് പ്രസിദ്ധ മജീഷ്യനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാടിനെ സമ്മാനിക്കും. കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ് ബാവ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, വൈദികർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓർത്തഡോക്സ് ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ്, ട്രഷറർ എബ്രഹാം ജോസഫ്, AC രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മോദിയുടെ വോട്ട് കളവിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെയും സമരം നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. നേതാക്കളായ പ്രൊഫസർ രാധാകൃഷ്ണൻ മാസ്റ്റർ, K ജയശങ്കർ, MS മണികണ്ഠൻ, PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, രമേശ്, ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ചാവക്കാട് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പിറകുവശത്ത് ശുചിത്വരഹിതമായ ഭീകരാവസ്ഥ നിലനിൽക്കുന്നെന്ന് നാട്ടുകാരുടെ ആരോപണം. സെപ്റ്റിക് ടാങ്കും വാട്ടർ ടാങ്കും ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതോടെ ദുർഗന്ധം ഇവിടെ അസഹ്യമാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ SDPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുസമ്മിൽ, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, ബീച്ച് ബ്രാഞ്ച് ഭാരവാഹി ദിൽഷാദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചു. ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യ രീതിയിൽ കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രതിഷേധിച്ച് പ്രധാന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചത്. പാറയമ്പാടം തപാൽ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം പ്രസിഡന്റ് AA അനസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ കത്തയക്കലിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, KK രതീഷ്, ബാലചന്ദ്രൻ, KA ജ്യോതിഷ്, തമ്പി മാസ്റ്റർ, പ്രവീൺ കുമാർ, രേഖ ജയരാമൻ, ശ്രേയ, ജലിൻ ഗ്രിഗറി എന്നിവർ പങ്കെടുത്തു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PE ബാബു അധ്യക്ഷനായി. CK മണികണ്ഠൻ, രമണി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ സ്കൂൾ PTA കമ്മിറ്റിയും പൊതുപ്രവർത്തകരും ചേർന്ന് വേറിട്ട പ്രതിഷേധം നടത്തി. ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകിയാണ് പ്രതിഷേധവും മുന്നറിയിപ്പ് നൽകിയത്. കുറ്റിപ്പുറം ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകളാണ് സ്റ്റോപ്പിൽ നിർത്താതെയും യാത്രക്കാർ ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന് കുറച്ചു ദൂരെ നിർത്തി യാത്രക്കാരെ ഇറക്കിയും പോകുന്നത്. സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കുന്നംകുളം പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെ പോയ 2 ബസ്സുകൾ തടഞ്ഞ് സമീപത്തെ ഹോട്ടലിൽ നിന്നും ചൂടുള്ള കട്ടൻ ചായ വാങ്ങി നൽകിയാണ് പ്രതിഷേധം അറിയിച്ചത്. PTA വൈസ് പ്രസിഡന്റ് സുദീപ്, കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് കടവല്ലൂർ, വിശ്വംഭരൻ, പൊതുപ്രവർത്തകരായ ഹസൻ, ശ്രീരാഗ്, വാസു, മുസ്തഫ തുടങ്ങിയവരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ജനാധിപത്യത്തിനേറ്റ വെല്ലുവിളിയാണെന്നും ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടുവെന്നും KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ഇലക്ഷൻ കമ്മീഷന്റെ ക്രമക്കേടുകൾ ഉയർത്തിക്കാണിച്ച് പ്രതിഷേധം നയിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. ജനാധിപത്യ കശാപ്പിനെതിരെ വോട്ട് മോഷണം നടത്തി അധികാരം നിലനിർത്തിയ സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ സമരം നടത്തുന്നവരെ തുറുങ്കിലടയ്ക്കുന്ന ഫാസിസ്റ്റ് രീതിയാണ് രാജ്യത്തെ ഭരണകൂടം നടപ്പിലാക്കുന്നതെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി സിജു പാവർട്ടി, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ മാസ്റ്റർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ്, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് ആന്റോ പോൾ, PV നിവാസ്, ഷക്കീർ കേച്ചേരി, കോയ പോക്കാക്കില്ലത്ത്, PN സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിന്റഡ് കോപ്പി എന്ന് പറഞ്ഞ 300 കിലോഗ്രാമുള്ള വോട്ടർ പട്ടികയാണ്. അതായത് അട്ടിയാക്കി വെച്ചാൽ 7 അടി ഉയരത്തിലുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ 6 മാസമായി കോൺഗ്രസിന്റെ സന്നദ്ധ സംഘം പരിശോധിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ കണ്ടത്. വോട്ടർ പട്ടികയിൽ നമുക്കറിയാം, ക്രമ നമ്പർ കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പേരിന് മുന്നേ നമ്മുടെ വീട്ടു നമ്പർ കാണും. പക്ഷേ അവിടെ 100-ലധികം വീട്ടു നമ്പറുകൾ 0 എന്ന വീട്ടു നമ്പറിലാണ് കർണാടകയിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. മഹാദേവപുരയിലെ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ മാത്രം 100-ലധികം വീട്ടു നമ്പറുകൾ 0ആണ്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ BJP നടത്തിയ കയ്യേറ്റ ശ്രമത്തിനെതിരെ എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. TK ശിവൻ, PT ദേവസി, NB ബിജു എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് OS മനോഷ്, PB ബിബിൻ, PA ബൈജു, KK യോഗേഷ്, NM മിഥുൻ, സ്വപ്ന പ്രദീപ്, ഷീബ രാജേഷ്, MB വിനീത്, VV വിവേക് എന്നിവർ നേതൃത്വം നൽകി.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അയ്നൂർ 7-ാം വാർഡിൽ വൃക്ഷത്തൈകൾ നടലും സംരക്ഷണവും പദ്ധതിയിൽ BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി ആരോപണത്തെ തുടർന്ന് 11-ാം തീയതി സ്ഥാപിച്ച ബോർഡ് മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റി. 2022-23 കാലയളവിലെ ബോർഡാണ് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത്. 2022-23 കാലയളവിൽ തൊഴിലുറപ്പ് വേതനം 311 രൂപ ഉള്ളൂ എന്നിരിക്കെ 333 രൂപ ദിവസവേതനമാണ് ബോർഡിൽ കാണിച്ചിരുന്നതെന്നും സ്വകാര്യ ക്ലബ്ബ് വെച്ച് പരിപാലിച്ചു വന്നിരുന്ന മരത്തിന് കീഴിലാണ് ബോർഡ് സ്ഥാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി BJP മണ്ഡലം സെക്രട്ടറി ബൈജു പട്ടിത്തടം ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു. ഇതോടെയാണ് ബോർഡ് നീക്കം ചെയ്തത്. BJP കുന്നംകുളം മണ്ഡലം സെക്രട്ടറി ബൈജു പട്ടിത്തടം, BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് CG, അരുൺ ഗഗനൻ, പ്രവർത്തകരായ സുഗതൻ, സന്തോഷ്, സനീഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയുടെ ഭരണം അഴിമതി നിറഞ്ഞതെന്ന് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. CA ഗോപപ്രതാപൻ, K നവാസ്, KV സത്താർ, ബീന രവിശങ്കർ, KH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ SKJMCC സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 1500 ഇഷ്ക് മജ്ലിസിന്റെ ജില്ലാതല പോസ്റ്റർ പ്രകാശനം പന്നിത്തടം ജുമാ മസ്ജിദിൽ നടന്നു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ച പ്രവാചകനിൽ ആധുനിക സമസ്യകളുടെ പൂർണ്ണമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SKJM തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ കേച്ചേരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ദാരിമി കടവല്ലൂർ, SKMMA ജില്ലാ കമ്മിറ്റി അംഗം സിംല ഹസൻ, ഹാഫിൽ അഹമ്മദ് നസീം ബാഖവി, ഇബ്രാഹിം ഫൈസി പഴുനാന, റഫീഖ് ഫൈസി കൊരട്ടിക്കര തുടങ്ങിയവർ സംസാരിച്ചു. SKJM മരത്തങ്കോട് റേഞ്ച് സെക്രട്ടറി SP ഉമർ മാസ്റ്റർ സ്വാഗതവും SKMMA റേഞ്ച് സെക്രട്ടറി VS അബൂബക്കർ നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പഴുനാന മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു. മഹലിന്റെ ഉടമസ്ഥതയിൽ 4.5 ഏക്കർ വരുന്ന സ്ഥലത്ത് 2 തട്ടായി കിടക്കുന്ന ഖബർസ്ഥാനിലാണ് 100-ലധികം ഫലവൃക്ഷത്തൈകൾ നട്ടത്. മഹല്ല് മുദ്രി സൈനുൽ ആബിദീൻ അഹ്സനി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് MY ലത്തീഫ് ഹാജി അധ്യക്ഷനായി. മഹല്ല് ജനറൽ സെക്രട്ടറി AA സലീം, വൈസ് പ്രസിഡന്റുമാരായ സലീം ഹാജി, MA ഉസ്മാൻ, ഭാരവാഹികളായ മനാഫ് മുസ്ലിയാർ, KK യൂസഫ് ഹാജി, KE സൈനുദ്ദീൻ, അജ്മൽ, AA ഹസൻ, KK ഉമർ, അബ്ദുറഹ്മാൻ വെള്ളിത്തിരുത്തി എന്നിവർ പങ്കെടുത്തു. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ക്യാമ്പയിന്റെ 17-ാം ഘട്ടം കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. മേഖലയിലെ 13 യൂണിറ്റുകളിൽ നിന്നും 4115 പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് വിതരണം ചെയ്തത്. 19 പേർ രക്തം ദാനം ചെയ്തു. മേഖലാ സെക്രട്ടറി ലെനിൻ VS, ട്രഷറർ അനുമോൻ C തമ്പി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുകേഷ്, അഭിരാജ് KA, സുജിത് PC, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരുമനയൂർ IDC ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, മുന്നേറ്റങ്ങൾ, പ്രതിസന്ധികൾ തുടങ്ങിയവ ചർച്ച ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ അഡ്വൻസസ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രമുഖ എഴുത്തുകാരൻ മുഹമ്മദ് അലി കിനാലൂർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ മാനേജർ PK ജാഫർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇൻസൈറ്റ് അക്കാദമി CEO VH മുഹമ്മദ് സയ്യിദ് മെഗാ ക്വിസ് പ്രോഗ്രാം നിയന്ത്രിച്ചു. അക്കാദമിക് ഡയറക്ടർ ഉസ്മാനുൽ ഹസനി, സ്കൂൾ പ്രിൻസിപ്പാൾ നൂർജഹാൻ ടീച്ചർ, PC അബ്ദുൾ റൌഫ് മിസ്ബാഹി, താജുദ്ദീൻ നിസാമി തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സ്കൂൾ മാനേജർ ബഷീർ ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA സാദിഖ് അധ്യക്ഷനായി. 2024-25 വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. PTA ഭാരവാഹികളായി അഷ്കർ പട്ടിക്കര പ്രസിഡന്റ്, PA സാദിഖ് വൈസ് പ്രസിഡന്റ്, അനുഷ ഷാഫർ മദർ PTA പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐക്യുമെനിക്കൽ സംഘടന PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബ സംഗമം ആഗസ്റ്റ് 15 വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി റവറൻ കോശി കുര്യൻ ഉദ്ഘാടനം ചെയ്യും.
പാസ്റ്റർ ജോയ് പി കോട്ടൂർ തിരുവനന്തപുരം പ്രസംഗിക്കും. PPC മിഷൻ ട്രഷറർ ബാബു മാസ്റ്റർ അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി ഷാജു കെ ജോസ് നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം മറ്റം പന്നിശ്ശേരി ഏറത്ത് രാമകൃഷ്ണൻ ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് സഹോദരൻ കുറ്റിയിൽ വിജയന്റെ വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൃശൂരിലുണ്ടായ CPM BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൗനിയായി മടങ്ങി. UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച് K. സുരേന്ദ്രൻ അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും ആരോപണം. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ചാവക്കാട് ടൗണിൽ ടോറസ് ലോറി ഇടിച്ച് സൈക്കിൾ യാത്രികന് പരിക്ക്. തെക്കഞ്ചേരി താഴേക്കമ്പൻ കണ്ടിൽ അസീസിനാണ് സാരമായി പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.